കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന വളരെ വിശ്വതനായ ഒരു താത്വിക ആചാര്യനുണ്ടായിരുന്നു. ഹെർബർട്ട് സ്പെൻസർ
അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വലിയ തത്വചിന്തകനായിരുന്നു, ഒരു വലിയ ബുദ്ധിജീവിയായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. പക്ഷേ അദ്ദേഹം നിരീശ്വരനായിരുന്നു. ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അനേകം അനുയായികളും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. നിരീശ്വരത്വം ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനേകം ശിഷ്യഗണങ്ങൾ. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിടക്കക്കരിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും എല്ലാം വന്ന് നിന്നു. അവരിലൊരാൾ ചോദിച്ചു, ഗുരു, അങ്ങ് മരിച്ചതിന് ശേഷം അങ്ങയുടെ ശവകുടീരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കണമെന്നുണ്ട്. ഞങ്ങൾ എന്തെഴുതണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം? അങ്ങയുടെ ശവകുടീരത്തിൽ അങ്ങയുടെ സ്മരണയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് എഴുതി വയ്ക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം? കുറച്ചു നേരം ഹെർബർട്ട് സ്പെൻസർ എന്തോ ആലോചിച്ച് കിടന്നു. കണ്ണടച്ച് ചിന്തിച്ചു. അദ്ദേഹം എന്തു പറയുമെന്നറിയാൻ അവരെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടക്കണ്ണിൽ കണ്ണീരുറന്നു കൂടുന്നത് പോലെ കണ്ണീര് തുള്ളിയായിട്ട് കടക്കണ്ണിൽ വന്ന് നിറയുന്നു. അല്പം ഗദ്ഗതത്തോടെ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു, 2 വാക്ക് എഴുതിയാൽ മതി. 2 വാക്ക്. മോസ്റ്റ് അൺഹാപ്പി, ഏറ്റവും അസന്തുഷ്ടൻ, ഒട്ടും സന്തോഷമില്ലാത്തവൻ, മോസ്റ്റ് അൺഹാപ്പി. അവരെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഈ ശിഷ്യന്മാർ. അദ്ദേഹം പിന്നെ കണ്ണടച്ചു. ഈ സംഭവം ഒരു സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നു. ജീവിതത്തിൽ കടന്നു പോകുന്ന സമയത്താണ് ജീവിതത്തിൻ്റെ നേട്ടം എന്ത് എന്ന് മനുഷ്യൻ കണ്ടെത്തുന്നത്. ഈ ലോക ജീവിതത്തോട് യാത്ര പറയുന്ന സമയത്ത്, ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത്, സ്വന്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമെല്ലാം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത്, അപ്പോഴാണ് ഞാൻ എന്ത് നേടി എന്ന് നാം കണ്ടെത്തുന്നത്. അതുവരെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം, നമുക്ക് നല്ല കരുത്തുണ്ടായിരിക്കാം, നമുക്ക് നല്ല മനോബലം ഉണ്ടായിരിക്കാം, നമുക്ക് ശിഷ്യവൃന്ദങ്ങളുണ്ടായിരിക്കാം, സുഹൃത്ത് വലയം ഉണ്ടായിരിക്കാം. പക്ഷേ നാം കടന്നു പോകുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ എന്ത് സമ്പാദിച്ചു, എനിക്ക് എന്ത് നേടാൻ പറ്റി എന്ന് നാം മനസ്സിലാക്കുന്നത്. മോസ്റ്റ് അൺഹാപ്പി എന്നാണോ നാം നേടാൻ പോകുന്നത്? ഏറ്റവും കടുത്ത ദുഃഖിതൻ, സന്തോഷം തെല്ലുമില്ലാത്തവൻ എന്നാണോ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ കഴിയുന്നത്? നാം ചിന്തിക്കേണ്ടതാണ്. മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തോട്ടാണെന്ന് പറയും, ഒരു നിഷേധാത്മക സമീപനമാണെന്ന് പറയും. എന്നാൽ വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്, ഞാൻ എന്ത് നേടി? ഇന്ന് ഞാൻ കടന്നുപോയാൽ എൻ്റെ ജീവിതത്തിൽ ശാശ്വത മൂല്യമുള്ളത് എന്ത് നേടി? നിലനിൽക്കുന്ന സ്വത്ത് ഞാൻ എന്ത് നേടി? ഈ മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് ഞാൻ എന്ത് സമ്പാദിച്ചു? മരണാനന്തര ജീവിതത്തിലേക്ക് എൻ്റെ നേട്ടം എന്താണ്? എൻ്റെ സമ്പാദ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടതാണ്. ഒരു ചിന്തകൻ പറഞ്ഞു, യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ഇന്നലെ എന്നത് ഒരു ചരിത്രമാണ്, തീർന്നു, ഇനി കിട്ടില്ല, അതൊരു ചരിത്രമായി മാറി. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, നാളെ എന്ത് എന്ന് അറിഞ്ഞുകൂടാ, രഹസ്യമാണ്, ആർക്കും അറിഞ്ഞുകൂടാ. ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് എന്ന് കിട്ടിയിരിക്കുന്നതാണ് ഒരു ഗിഫ്റ്റ്, അതാണ് ദാനം. ഇന്ന് അതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. നാളെ എന്ത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. നാളെ പുലരുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടുണ്ടോ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഒരവസരത്തിൽ നാം ചിന്തിച്ചതുപോലെ, നാളെ ഈ നേരമാകുമ്പോഴേക്കും ഞാൻ മണ്ണിനടിയിലാകുമോ, ഈ ശരീരം മണ്ണിനടിയിലാകുമോ നമുക്കറിഞ്ഞുകൂടാ. ടുമോറോ ഈസ് എ മിസ്റ്ററി, നാളെ ഒരു രഹസ്യമാണ്, അത് ആർക്കും മറഞ്ഞിരിക്കുന്നൊരു വസ്തുതയാണ്. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി ആൻഡ് ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്.
ഇന്ന് എന്നത് അതൊരു ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് എന്ന ഈ പ്രതലത്തിൽ ചവിട്ടി നിന്നുകൊണ്ട്, ഇന്ന് എന്ന് ആ ഒരു നിമിഷത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് നാളെയിലേക്കുള്ള നേട്ടങ്ങൾ സമ്പാദിക്കാം. അതാണ് ക്രിസ്തീയ ജീവിതം. വാസ്തവത്തിൽ നാളെയെക്കുറിച്ചുള്ള നല്ല സുദൃഢമായ ധൈര്യം നമുക്ക് ലഭിക്കുന്നു. നാളെയെക്കുറിച്ചുള്ളതായ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നു. എൻ്റെ ജീവിതം എങ്ങോട്ട്, എൻ്റെ ഭാവി എന്ത്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ ഞാൻ എവിടെ, എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഞാൻ നേടിയെടുത്തത്, ഇതുവരെ നേടിയത് എന്താണ്, നാളെയിലേക്ക് ഞാൻ എന്താണ് കൊണ്ടുപോകുന്നത്, നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് സമ്പാദിച്ചു വച്ചിരിക്കുന്നത്. ഇമാതിരി കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും നാം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം സമർപ്പിതമായി നാം ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ജീവിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ജീവിതത്തിന് കെട്ടുറപ്പ് ലഭിക്കുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ നാം യാക്കോബ് ഉണ്ടാക്കിയ 4-ാമത്തെ തൂണ് നാം ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും. 4-ാമത്തെ തൂണ് അത് വേദന പുരണ്ടതാണ്. അത് കണ്ണുനീര് ആ തൂണിൽ അങ്ങനെ കിനിഞ്ഞൊഴുകുന്നതാണ്. യാക്കോവിൻ്റെ കണ്ണിൽ നിന്ന് വിതുമ്പലിൻ്റെ ആ ബാഷ്പകണങ്ങൾ ഇങ്ങനെ ഒഴുകി ഒലിച്ചിറങ്ങുന്ന തൂണ് സ്വന്തം ഭാര്യയുടെ ശവശരീരം അടക്കം ചെയ്ത് ആ ശവക്കുഴിയിൽ നാട്ടിയതായ ഒരു കല്ലറ തൂണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയുമായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിൻ്റെ കല്ലറത്തൂണെന്ന് പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. വേദനയുടെ വാക്കുകളാണ് നാം വായിച്ചത്. ഹൃദയം നൊന്ത് മാത്രമേ ഒരു മനുഷ്യനെ ഇത് വായിച്ച് തീർക്കാൻ പറ്റുകയുള്ളൂ. യാക്കോബ് എത്ര ഏങ്ങലടിച്ചിരിക്കും, എത്ര നൊന്ത് കരഞ്ഞിരിക്കും. യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഏതെല്ലാം സ്മരണകളിങ്ങനെ ഒന്നൊന്നായി തെറുത്തുയർന്നു വന്നിരിക്കും. ചിലതെല്ലാം നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. ഞാൻ ഇന്നതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വരികയാണ്. വലിയ വേദന വരുന്നതിന് മുൻപ് ദൈവം അതിനു വേണ്ടി മനുഷ്യനെ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം. ഒരു വലിയ വേദന വരുന്നതിന് മുൻപ്, ഒരു വലിയ അത്യാഹിതം നേരിടുന്നതിന് മുൻപ് ദൈവം താൻ സ്നേഹിക്കുന്ന മനുഷ്യനെ ആ വലിയ ദുരന്തം നേരിടുവാൻ ഒരുക്കുന്നു, അതിനുവേണ്ടി തയ്യാറാക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? യാക്കോബിന് ഈ സംഭവത്തിന് തൊട്ട് മുൻപ് നടന്ന കാര്യം ഒരു പുതിയ പ്രതിഷ്ഠയാണ്, ഒരു വ്യക്തമായ സമർപ്പണമാണ്. ദൈവം യാക്കോബിനെ കൊണ്ട് പിന്നെയും ഒരു സമർപ്പണം എടുപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മിൽ പലരുടെയും ജീവിതത്തിൽ, അല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സമർപ്പണം ക്രിസ്തുവിൻ്റെ ഭാഗത്തിൽ എടുക്കാൻ പറ്റുക എന്നുള്ളത് അതൊരത്ഭുതമാണ്. ഒരു മാനസാന്തരം കിട്ടുക എന്നുള്ളതൊരു അത്ഭുതമാണ്. നന്നായി ജീവിക്കണമെന്നൊരാഗ്രഹം വരുന്നതൊരു അത്ഭുതമാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നാം ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു അത്ഭുതമാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ലത്, അതൊരു ഭാഗ്യമാണ്. യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കണമെന്ന് തോന്നുക,
ഇതുവരെ ജീവിച്ചതുപോലല്ല ഇനി ജീവിക്കേണ്ടതെന്ന് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കുക, പാവ വഴികളോട് യാത്ര പറയണമെന്ന ഒരു താല്പര്യം ഉണ്ടാകുക, എൻ്റെ സ്വഭാവത്തിൽ ചില മാലിന്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക, ഇന്നും ചില മാലിന്യങ്ങൾ എൻ്റെ സ്വഭാവത്തിലുള്ളത് അത് മാറ്റിയില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുകയില്ല എന്ന് ഗ്രഹിക്കാൻ കഴിയുക, ഇതെല്ലാം സുബോധത്തിൻ്റെ ലക്ഷണമാണ്, അതെല്ലാം ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മാനസാന്തരം കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. എന്തിന്? നിങ്ങൾ ഇത്രയേറെ ആളുകൾ ഈ വചനം കേൾക്കാൻ വരുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. വചനം കേൾക്കാനുള്ളൊരു ദാഹം നിങ്ങൾക്കുണ്ടായതൊരു അത്ഭുതമാണ്. വചനത്തോട് നിങ്ങൾക്കൊരു ആകർഷണം കിട്ടിയതൊരു അത്ഭുതമാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതൊരു അത്ഭുതമാണ്. വചനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരുന്നത് നിങ്ങൾക്ക് കിട്ടുന്നൊരു മഹാഭാഗ്യമാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അസ്ത്രം പോലെ കടന്നു വന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിലൊരു പരിവർത്തനം ഉളവാക്കുന്നത് അതെന്തോ ഒരു അത്ഭുതകരമായ മഹാഭാഗ്യമാണ്. സഹോദരങ്ങളെ, യാക്കോബിന് ദൈവത്തിങ്കിലേക്കൊരു ആകർഷണം കിട്ടി. യാക്കോബ് വീണ്ടും സമർപ്പിച്ചു എന്നല്ല, ദൈവം യാക്കോബിനെ കൊണ്ട് വീണ്ടും സമർപ്പിച്ചു, വീണ്ടും സമർപ്പണം എടുപ്പിച്ചു. നാം അതാണ് അതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 9-ാം വാക്യം മുതൽ വായിക്കാം. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചു. ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു. ദൈവം യാക്കോബിനോട് നേരിട്ട് ഇടപെടുകയും ദൈവം യാക്കോബിന് പ്രത്യക്ഷനാവുകയും ചെയ്തുകൊണ്ട് യാക്കോബിനെ ഒരു പുതിയ ആത്മീക സമീപനത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ദൈവസ്നേഹമാണത്! വലിയൊരാപത്ത് വരുന്നത് കർത്താവിനറിയാം. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിനറിയാം. അതിനു മുൻപ് ദൈവം യാക്കോബിനെ സുസജ്ജനാക്കുകയാണ്, യാക്കോബിനെ ഒരുക്കമുള്ളവനാക്കുകയാണ്, യാക്കോബിനെ ബലപ്പെടുത്തുകയാണ്, യാക്കോബിനെ ധൈര്യപ്പെടുത്തുകയാണ്. ദൈവം ധൈര്യപ്പെടുത്തിയില്ലെങ്കിൽ ആർക്ക് ധൈര്യപ്പെടാൻ പറ്റും? ദൈവം കരുത്ത് തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രതിസന്ധികളെ നേരിടാൻ പറ്റും? ദൈവം ഒരു കൃപ തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആപത്തുകളെ അഭിമുഖീകരിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ യാക്കോബിന് വലയം ചെയ്തു. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, എനിക്ക് നിൻ്റെ കൃപ എപ്പോഴും എന്നെ പൊതിഞ്ഞ് കിട്ടുന്ന അനുഭവം തരണമേ എന്ന്. നിൻ്റെ കൃപ എപ്പോഴും എന്നെ പൊതിഞ്ഞ് നിൽക്കണമേ എന്ന്. നിൻ്റെ കൃപയുടെ വലയത്തിനുള്ളിലായിരിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന്. എപ്പോഴും കർത്താവേ, നീ എന്നോട് സംസാരിക്കത്തക്കവണ്ണം ഞാൻ എപ്പോഴും നിനക്ക് അവൈലബിളായിരിക്കുവാൻ ഭാഗ്യം തരണമേ എന്ന്. നീ എപ്പോൾ എന്നെ അന്വേഷിച്ചാലും എന്നെ കാണത്തക്കവണ്ണം നിൻ്റെ കാഴ്ചയുടെ പരിധിക്കുള്ളിൽ ഞാൻ ആയിരിക്കാൻ ഭാഗ്യം തരണമേ എന്ന്. എപ്പോഴെല്ലാം നീ എൻ്റെ കാര്യം നീ അടുത്ത് വരാൻ ആഗ്രഹിച്ച് സമീപിക്കാൻ താല്പര്യപ്പെട്ട് എൻ്റെ കാര്യം ചിന്തിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ നിൻ്റെ അരികത്ത് എത്തുവാനുള്ളതായി ഭാഗ്യം എനിക്ക് തരണമേ എന്ന്. ടു ബി എവർ വിത്ത് ജീസസ്, എപ്പോഴും യേശുവിനോട് കൂടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതൊന്നും വെറും സ്വപ്നങ്ങളല്ല, ഇതൊന്നും ഊഹാപോഹങ്ങളല്ല. നിങ്ങൾക്ക് നേടിയെടുക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മഹാഭാഗ്യം സമ്പാദിക്കാം. അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് വലിയ പഠിപ്പോ പാണ്ഡിത്യമോ വേണമെന്നില്ല, അതിന് ഈ വേദപുസ്തക പാണ്ഡിത്യം വേണമെന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും ലഭിക്കും. ഒരു എളിയ മനസ്സുണ്ടായാൽ മതി. കർത്താവേ, ഇന്നത്തെ എൻ്റെ ആത്മീയ നിലവാരത്തിൽ കർത്താവേ എനിക്ക് തന്നെ സംതൃപ്തിയില്ല. ഇന്നത്തെ എൻ്റെ ആത്മീയ നിലവാരത്തിൽ, ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഇന്നത്തെ എൻ്റെ തിരുവചന ധ്യാനത്തിൽ, ഇന്നത്തെ എൻ്റെ ജീവിത വിശുദ്ധിയിൽ, എൻ്റെ കർത്താവേ, ഇന്നത്തെ എൻ്റെ ആത്മീയത്തിൽ എനിക്ക് തന്നെ വേണ്ടതുപോലെ സംതൃപ്തിയില്ല. കർത്താവേ, ഞാൻ ആത്മാവിൽ ദരിദ്രനായതിൻ്റെ അരികിലേക്ക് വരികയാണ്. ഞാൻ ആത്മാവിൽ കുറവുള്ളവനായതിൻ്റെ അരികിലേക്ക് വരികയാണ്. ഞാൻ ആത്മാവിൽ ആവശ്യക്കാരനായതിൻ്റെ അരികിലേക്ക് വരികയാണ്. എൻ്റെ യേശുവേ, ഇന്ന് നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ പൊതിയണമേ, നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ പൊതിയണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാർത്ഥമായി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവ സാന്നിധ്യം നിങ്ങളെ വന്ന് പൊതിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. യേശുക്രിസ്തുവിൻ്റെ തിരക്തം വന്ന് നിങ്ങളെ കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളെ ആ തിരക്തം വന്ന് ആവരണം ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. യേശുക്രിസ്തുവിൻ്റെ തിരക്തം ആവരണം ചെയ്യുക. എന്താണ് ഈ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ തിരക്തം വന്ന് നിങ്ങളെ ആവരണം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ കൃപ വന്ന് നിങ്ങളെ പൊതിയുക. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുക. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ അരികത്ത് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവമായി തീരുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതായി ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറുന്നത്. അപ്പോഴാണ് ചീത്ത ശീലങ്ങൾ മാറുന്നത്. അപ്പോഴാണ് ഒന്ന് കോപിക്കാൻ തുടങ്ങുമ്പോഴേക്കും പാടില്ല എന്ന് ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു വരുന്നതായ പാപത്തിൻ്റെയും ഹീനതയുടെയും വികാരങ്ങൾ അത് വിജൃംഭിച്ച് വരുമ്പോൾ അതിനെ തടുക്കണമെന്നും അതിനെ ഒതുക്കണമെന്നും അതിനെ സമ്മർദ്ദം ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിച്ച് മാറ്റണമെന്നും അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതായ സുബോധം നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കൃപ വന്ന് നമ്മെ ആവരണം ചെയ്യുകയാണ്. തിരക്തം വന്ന് ആവരണം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ ആ സമർപ്പണത്തിലേക്ക് ദൈവം നയിച്ചു. യാക്കോബിനെ ശക്തീകരിച്ചു. യാക്കോബിന് പുതിയ പേര് കൊടുത്തു. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ തന്നെ ആകണമെന്ന് ദൈവം പറഞ്ഞു. നിന്നെ പഴയ മനുഷ്യനായി കാണാൻ എനിക്ക് ആഗ്രഹമില്ല മകനെ. നിന്നെ പഴയ മനുഷ്യനായി കാണാൻ എനിക്ക് താല്പര്യമില്ല. നീ പുതിയ മനുഷ്യനായി തന്നെ നിൽക്കണം. നാളുകൾക്ക് മുമ്പ് ഞാൻ നിനക്ക് പുതിയ പേര് തന്നതാണ്, പക്ഷേ നീ ഇപ്പോഴും ആ പേര് അനുഭവിച്ചിട്ടില്ല. നാളുകൾക്ക് മുമ്പ് നീ ഒരു സമർപ്പണം എടുത്തതാണ്, പക്ഷേ ഇപ്പോഴും നീ അത് യാഥാർത്ഥ്യമായി അനുഭവിച്ച് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ തീർച്ചയായും ഇപ്പോൾ നിനക്കിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ തന്നെ പേരാകണമെന്ന് പറഞ്ഞ് യാക്കോബിനെ പുനഃപ്രതിഷ്ഠയിലേക്ക്, പുതിയ സമർപ്പണത്തിലേക്ക്, ഒരു പുതിയ വീക്ഷണഗതിയിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്ന് യാക്കോബിനെ ഉറപ്പിക്കുകയാണ്. യാക്കോബ് ബലപ്പെട്ടു. അപ്പോഴാണിതാ വരുന്നു ആപത്ത്. ആപത്ത് വന്നപ്പോൾ യാക്കോബിന് അതിനെ ഒരു സമചിത്തതയോടെ നേരിടാൻ പറ്റി. എന്ന് പറഞ്ഞാൽ അതിനൊരു ശാന്ത മനസ്സോടെ നേരിടാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ചില കുരുക്കുകൾ വന്ന് നിങ്ങളെ കുടുക്കിയിട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചില പ്രശ്നങ്ങൾ നിങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? മുന്നോട്ട് ഒരു ചുവട് വയ്ക്കാൻ വയ്യാത്തതുപോലെ നിങ്ങൾ വലഞ്ഞുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിതുമ്പി കരയുകയും നിങ്ങൾ ഏങ്ങലടിക്കുകയും മറ്റാരും അറിയാതെ നിങ്ങൾ മാറിയിരുന്ന് പൊട്ടി കരയുകയും ചെയ്ത കാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ മനസ്സ് വിഷമിച്ച് ആകെ ഉലഞ്ഞുപോയ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ഈ സന്ദർഭങ്ങളൊക്കെ നേരിടാൻ നിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്ക് സാധ്യമല്ല. നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എനിക്ക് കഴിവില്ല. കർത്താവേ, നിൻ്റെ കൃപ വന്ന് എന്നെ പൊതിയണമേ. നിൻ്റെ കൃപയിൽ എന്നെ പരിപാലിക്കണമേ. നിൻ്റെ കൃപയുടെ ശീതള നിഴലും കീഴിൽ, നിൻ്റെ കൃപയുടെ കുളിർമയുള്ള നിഴലും കീഴിൽ എന്നെ കാക്കണമേ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കാനും സർവശക്തൻ്റെ നിഴലും കീഴിൽ പാർക്കുവാനും എനിക്ക് എപ്പോഴും ഭാഗ്യം തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളെ സമർപ്പിക്കൂ. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ബലപ്പെടുത്തുകയും നിങ്ങളെ ശക്തീകരിക്കുകയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളെ ആത്മാവിൽ കൃപയുടെ ധന്യതയിൽ നിങ്ങൾ നിർത്തുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ളതായ കരുത്ത് കർത്താവ് തരും. യാക്കോബ് വേദനയോടെ ആ ശബ്ദം കേട്ടു. റാഹേൽ കരയുന്ന ശബ്ദം. റാഹേലിൻ്റെ കരച്ചിൽ, ഹൃദയം പൊട്ടിയുള്ള വേദന യാക്കോബിൻ്റെ ഹൃദയത്തെ തകർത്തു. റാഹേൽ മരിച്ചു എന്ന് ആ സൂതികർമ്മിണി വന്ന് പറഞ്ഞ് യാക്കോബ് അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചോരക്കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് ആ അപ്പൻ അടുക്കലുള്ള ലേയ ആ ചോരക്കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് പോകുന്നത് അത് ദുഃഖത്തോടെ കണ്ടു. യൗസേപ്പ്, റാഹേലിൻ്റെ മൂത്ത മകൻ യൗസേപ്പ് അപ്പൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ആ യാത്രയിൽ പിന്നെ അപ്പൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യൗസേപ്പ് കൂടെയുണ്ട്. യാക്കോബ് ഈറിനണിഞ്ഞ കണ്ണുകളോടെ യൗസേപ്പിനെ വീണ്ടും വീണ്ടും നോക്കുന്നു. റാഹേലിൻ്റെ തനിച്ഛായ, മരിച്ചുപോയ ഭാര്യയുടെ തനിച്ഛായ, അവളുടെ ആ കണ്ണുകളുടെ തിളക്കം,
അത് ഈ മോൻ യൗസേപ്പിൻ്റെ കണ്ണിൽ കാണാം. റാഹേലിൻ്റെ കണ്ണിൻ്റെ നിഷ്കളങ്കത, സൗന്ദര്യപൂർണത അത് യൗസേപ്പിൻ്റെ കണ്ണിൽ കാണാം. അപ്പൻ വിതുമ്പലോടെ മോനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ലേയയുടെ കൈത്തണ്ടിൽ അങ്ങനെ കിടക്കുന്ന ചോരക്കുഞ്ഞിനെയും യാക്കോബ് കാണും. യാത്രാസംഘം നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ആ കല്ലറത്തൂൺ കടന്ന് പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത അത്യാഹിതം വരുന്നത്. അടുത്ത അത്യാഹിതം. ദൈവത്തിന് സ്തോത്രം. എന്താണ് അടുത്ത അത്യാഹിതം? ആ അത്യാഹിതത്തെ വർണ്ണിക്കാൻ എൻ്റെ നാവിന് കെൽപ്പില്ല. ആ അത്യാഹിതം അത് 35-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, ഒറ്റ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അത് ഒതുക്കി പറഞ്ഞു. ഒറ്റ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അത് പടർത്തി പറഞ്ഞില്ല, അത് വിടർത്തി പറഞ്ഞില്ല, അത് പരത്തി പറഞ്ഞില്ല. ഒറ്റ വാക്യത്തിൽ ഒതുക്കി പറഞ്ഞു. വായിക്കാം. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയായ ബിൽഹായോടുകൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. സ്വന്തം വീട്ടിൽ തന്നെ ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ഹീന കാര്യം സംഭവിച്ചു. ഒരിക്കലും പുറത്താരും അറിയാൻ പാടില്ലാത്തതായ ഏറ്റവും മ്ലേച്ഛമായ കാര്യം സ്വന്തം കുടുംബത്തിൽ സംഭവിച്ചു. ഒരപ്പന് സഹിക്കാവുന്നതല്ല, ഒരപ്പന് ചിന്തിക്കാവുന്നതല്ല. ഭയാനകമായ കാര്യം തൻ്റെ ആദ്യജാതനായ രൂപേൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആദ്യജാതനായ രൂപേൻ ആദ്യജാതനായതുകൊണ്ട് അവന് ജ്യേഷ്ഠാവകാശമുള്ളതുകൊണ്ട് അവന് മറ്റുള്ളവരെക്കാൾ ഇരട്ടി അവകാശമുള്ളവനാണ്. അതെല്ലാം നഷ്ടപ്പെടത്തക്കവണ്ണം, അതെല്ലാം യഹൂദായ്ക്ക് കൈമാറിപ്പോകത്തക്കവണ്ണം വലിയ ഭയങ്കരമായ അനീതി സംഭവിച്ചു. ആ കുടുംബത്തിൽ രൂപേൻ്റെ ജ്യേഷ്ഠാവകാശം പോലും നഷ്ടപ്പെടത്തക്കവണ്ണം സംഭവിച്ചു. ഏറ്റവും മ്ലേച്ഛമായ കാര്യം സംഭവിച്ചു. ആ അപ്പൻ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് നീങ്ങുകയാണ്. എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ദുരിതങ്ങൾ വന്നിട്ടുണ്ടാകും, അടിക്കടി ആപത്തുകൾ വന്നിട്ടുണ്ടാകും, അടിക്കടി പ്രതിസന്ധികൾ വന്നിട്ടുണ്ടാകും. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇസ്രായേലായി നിന്നുകൊള്ളൂ. ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പുതിയ മനുഷ്യനായി നിന്നുകൊള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന നവീകരണം അനുഭവിച്ചുകൊണ്ട് നിന്നുകൊള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ശക്തീകരണം അനുഭവിച്ചുകൊണ്ട് നിന്നുകൊള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളിലേക്ക് പകരട്ടെ. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ തെറുത്തുയർന്നു വരുന്നതായ പ്രശ്നങ്ങളെല്ലാം നേരിടാനുള്ളതായ കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തു നിങ്ങളെ നയിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പകരട്ടെ. നിങ്ങളെ ക്രിസ്തു നിരന്തരം നടത്തട്ടെ. എല്ലാ നന്മകളും നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. കർത്താവേ, കൃപയിൽ നിൻ്റെ മക്കളെ പൊതിയണമേ. പ്രതിസന്ധികളെ നേരിടാനുള്ളതായ കരുത്ത് നൽകണമേ. ഏത് അത്യാഹിതത്തെയും നേരിട്ട് മുന്നോട്ട് പോകുവാനുള്ളതായ ഹൃദയത്തിൻ്റെ ശാന്തതയും സൗമ്യതയും ജീവിതത്തിൻ്റെ സാവധാനതയും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തിരുരക്തത്താൽ മുദ്രയിടണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.